തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നവജാത ശിശുവിനെ ക്ലോസറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അബോർഷൻ ഗുളിക കഴിച്ച് ആശുപത്രിയിലെത്തിയ തിരുവല്ലം സ്വദേശിനിയായ അവിവാഹിത ശുചിമുറിയിൽ കയറി പ്രസവിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ക്ലോസറ്റിൽ കുടുങ്ങിയ കുഞ്ഞിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അശ്വിൻ ഡിയോഗോ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, നടുക്കുന്ന സംഭവമാണ്, വിശദാംശങ്ങൾ. സംഭവമാണ് SITയിൽ അരങ്ങേറിയിട്ടുള്ളത്. വൈകുന്നേരം 7:30 കൂടിയാണ് തിരുവല്ലം സ്വദേശിയായ പെൺകുട്ടി ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയ ശേഷം ഈ പെൺകുട്ടി ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ അബോർഷൻ ഉള്ള ഗുളിക കഴിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതും ഇവിടെ അബോർഷൻ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ഈ പെൺകുട്ടിക്ക് അതീവ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. തുടർന്ന് ശുചിമുറിയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശുചിമുറിയിലെത്തിയ ശേഷം അവിടെ ഈ പെൺകുട്ടി ഈ കുഞ്ഞിന് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ ഗർഭം പ്രസവിക്കുകയും അതിനുശേഷം ഈ ബാത്റൂമിൽ തന്നെ ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഈ ജീവനക്കാർക്ക് സംശയം തോന്നുന്നു. ഈ ബാത്റൂമിന് ചുറ്റുപാടും ബ്ലഡ് കാണുകയും ഈ പെൺകുട്ടിയെ സംശയാസ്പദമായി നിൽക്കുന്നത് കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം, ഞെട്ടിക്കുന്ന സംഭവം പുറത്ത് അറിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ ആശുപത്രി അധികൃതർ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനും മെഡിക്കൽ കോളേജ് പോലീസിനും വിവരം അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് ഫയർഫോഴ്സ് ഇവിടെ എത്തി സെപ്റ്റിക് ടാങ്ക് പൊളിച്ചാണ് ഈ കുട്ടിയെ ഈ ഭ്രൂണം പുറത്തെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് നിലവിൽ ഇപ്പോൾ കൊലപാതകത്തിന് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പെൺകുട്ടി ഇപ്പോഴും മെഡിക്കൽ കോളേജിന്റെ അകത്ത് തന്നെയുണ്ട്, പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. ഈ ഭ്രൂണത്തെ പുറത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ യുവതിക്കൊപ്പം മറ്റു ചില യുവാക്കൾ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം യുവാക്കൾ ഇവിടെ നിന്നും മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും എത്തിയത്. ഈ പെൺകുട്ടിക്കൊപ്പം മറ്റു ചില യുവാക്കളും ആശുപത്രിയിലേക്ക് വന്നിരുന്നു അല്ലേ? ആശുപത്രിയിലേക്ക് പെൺകുട്ടിക്കൊപ്പം 3 യുവാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. 3 യുവാക്കൾ ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ ഈ സംഭവം അറിഞ്ഞതോടുകൂടി, അതായത് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ പോലീസ് തടഞ്ഞു നിർത്തിയതോടുകൂടി ഇവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവരൊക്കെ ആരാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പെൺകുട്ടിയെ, തിരുവല്ലം സ്വദേശിയായ 20-കാരിയെ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിന്റെ SITക്കകത്ത് തന്നെയുണ്ട്, പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തിച്ച മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ കുലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഭ്രൂണത്തെയും അകത്ത് ഈ 6 മാസം പ്രായമുള്ള ഭ്രൂണമാണ്, ഈ കുഞ്ഞിനെയും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫയർഫോഴ്സ് ഏറെ പണിപ്പെട്ടാണ് ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച പെൺകുട്ടി ഈ ഭ്രൂണത്തെ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അവിവാഹിതയായ പെൺകുട്ടിയാണ്. ഈ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഗർഭം അലസാനുള്ള മരുന്ന് കഴിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തുന്നതും അബോർഷൻ നടത്തണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തതിനു ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കണ്ണുവെട്ടിച്ച് ശുചിമുറിയിലേക്ക് കയറുന്നു. ഈ കാത്തിരിപ്പ്, അതായത് ഈ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് വിശ്രമ മുറിക്ക് സമീപത്ത് തന്നെയുള്ള ഈ ഒരു ശുചിമുറിയിലാണ് കയറിയിട്ടുള്ളത്. അവിടെ കയറി ഈ ഭ്രൂണം, ഈ പ്രസവം നടത്തിയ ശേഷം ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്ത് തിരിച്ച് കടന്നു കളയാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് ഈ ഒരു കൊടും ക്രൂരത എന്ന് തന്നെ പറയണം. ഈ കൊടും ക്രൂരത പുറത്തേക്ക് അറിയാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഉടൻ തന്നെ ഈ പെൺകുട്ടി അവിടെ തടഞ്ഞു നിർത്തുകയും പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒരേ സമയം മെഡിക്കൽ കോളേജ് അധികൃതർ വിവരം അറിയിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ അവിവാഹിതയായതുകൊണ്ട് തന്നെ നാണക്കേട് ഭയന്നാണ് ഈ കുഞ്ഞിനെ നശിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റ് ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അത് ആരാണ് എന്നുള്ളതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV-കൾ ഈ മെഡിക്കൽ കോളേജ് പരിസരത്തെ CCTV മെഡിക്കൽ കോളേജ് പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനു മുമ്പായി തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. മാത്രമല്ല ഈ പെൺകുട്ടിക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് പരിശോധിച്ചു വരുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ പെൺകുട്ടിയുടെ വിശദമായി അകത്ത് ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ്. തനിക്കൊപ്പം ഈ പെൺകുട്ടിക്കൊപ്പം സഹായത്തിന് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, ആരൊക്കെയാണ് ഇവിടെ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ കോളേജ് യുവാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. നടുക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് നവജാത ശിശുവിനെ
ക്ലോസറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അബോർഷൻ ഗുളിക കഴിച്ച് ആശുപത്രിയിലെത്തിയ തിരുവല്ല സ്വദേശിയായ അവിവാഹിതയായ യുവതിയാണ് ശുചിമുറിയിൽ കയറി പ്രസവിച്ച് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ജീവനക്കാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. നിലവിൽ ആശുപത്രിയിൽ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് യുവതി ഉള്ളത്. അശ്വിൻ ഡിയേഗോ ആണ് വിവരങ്ങൾ നൽകിയത്.